നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കോളിഫ്ലവർ, രുചികരമായൊരു കോളിഫ്ലവർ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അത് നമ്മൾ കോളിഫ്ലവർ എന്ത് ചെയ്തു, കഷ്ണങ്ങളാക്കി വെള്ളം തിളപ്പിച്ച് അതിൽ ഊറ്റിയെടുത്തു. അതിലെ രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് കുക്കറിൽ വേവിച്ച് ഒരു 3 വിസിലൊന്ന് ഓഫാക്കി ഒരു 50 മില്ലി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓഫാക്കിയ സാധനമാണ്, വെന്ത സാധനമാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളാണ് ചെറിയുള്ളി ഉണ്ട്, പിന്നെ വെള്ളുള്ളി, ഇത് രണ്ടും ക്രഷ് ചെയ്തതുണ്ട്, പിന്നെ കടുക്, വെളിച്ചെണ്ണ. ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാത്രം ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കടുകിട്ട് ആദ്യം പൊട്ടിച്ച് വെച്ചതാണിത്. അത് നമ്മൾ ഇനി ഒന്നും കൂടി ചൂടാവുന്നു. വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ ഇതിലെന്ത് ചെയ്യുന്നു, ചൂടായതിന് ശേഷം നമ്മളിതിൽ എന്ത് ചെയ്യുന്നു, പിന്നെ ചെറിയുള്ളി ഇട്ട് കൊടുത്തു, വെള്ളുള്ളി ഇട്ട് കൊടുത്തു, ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കുകയാണ്. ഇളക്കിയിട്ട് ഈ സാധനം ചെറിയുള്ളി, വെള്ളുള്ളി, കടുക് പൊട്ടിച്ചതും വെളിച്ചെണ്ണയാണ് ഇതിലുള്ളത്. ഇതിലേക്ക് നമ്മൾക്ക് ഒരു ചെറിയ ശകലം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും വെള്ളുള്ളിയും ഏകദേശം ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്, പാകമായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. മറ്റത് കോളിഫ്ലവറിൽ നമ്മൾ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പാകത്തിലിട്ട് കൊടുത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് ശരിയാക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ വേറെ സാധനങ്ങളൊന്നും ചേർക്കാത്തത് എന്താ വെച്ചാൽ ഇതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കോളിഫ്ലവറിൻ്റെ നാച്ചുറൽ ടേസ്റ്റ്. അത് നമ്മൾ ഇനി കോളിഫ്ലവർ ഇതിലേക്കിട്ട് കൊടുക്കും. കോളിഫ്ലവർ ഇതിലേക്കിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇത് വെള്ളമൊക്കെ വറ്റിട്ട് നമ്മുടെ കോളിഫ്ലവർ കുക്കറിൽ 3 വിസിൽ വരുന്ന വരെ വേവിക്കുമ്പോൾ മുളക്, മഞ്ഞൾ, ഉപ്പ് പാകത്തിനൊക്കെ ഇട്ടിട്ട് അതിൽ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 50 മില്ലി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം നമുക്ക് കുറച്ച് വറ്റണത്. ഇപ്പോൾ നമ്മൾ വെള്ളുള്ളിയും ചെറുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്ത് കടുകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ 2 മിനിറ്റ് കൂടി വറ്റാണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, മുളക് പൊടി ആദ്യം ഇട്ടിട്ടുണ്ട്, എന്നാൽ 2 പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടി നമുക്ക് ഇളക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം, വെള്ളം വറ്റട്ടെ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് വെള്ളം വേണം, നമ്മൾ കുറച്ച് വെള്ളത്തിലാണ് ഉപയോഗിക്കുക. ശകലം വെള്ളം വേണം കുറച്ച്. നമുക്ക് ചോറിലേക്ക്, ഉപ്പേരി, തോരനായിട്ടും ചപ്പാത്തിയിലേക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. നമുക്ക് ഇത് നമ്മൾ പാചകം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിത് ടേസ്റ്റ് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കട്ടെ. വളരെ സൂപ്പർ ടേസ്റ്റാണ്, നല്ല രുചിയുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ നാച്ചുറൽ ഒറിജിനൽ, നമ്മൾ തക്കാളി സവാളയൊന്നും ഇടാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്നും ചേർക്കാത്ത വേറെ സാധനങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു തോരൻ അല്ല ഉപ്പേരിയാണ് നമ്മളിവിടെ കാണിച്ചത്. എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ശരീരത്തിന് വളരെ ഗുണകരമുള്ള സാധനമാണ്. അതായത് ഇത് നമുക്ക് സ്കിന്നിന്, കരളിൻ്റെ ആരോഗ്യത്തിന്, പ്രഗ്നൻസിക്ക്, പ്രതിരോധത്തിന്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കഴിക്കുക. നല്ല ഫുഡാണ്, ഐറ്റാണ് കോളിഫ്ലവർ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക.
കുറേ ഗുണങ്ങളുണ്ട് ഇതിനെക്കൊണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ വീഡിയോ നിർത്താം. എല്ലാവർക്കും സ്റ്റവ് ഓഫാക്കാം. നമുക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഈ സൂപ്പർ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ധാരാളം ഫൈബറുള്ള ഫുഡാണ് കോളിഫ്ലവർ. പിന്നെ അതുകൊണ്ട് തന്നെ ഡൈജഷൻ ഈസിയാക്കും. പിന്നെ അതുകൊണ്ട് പിന്നെ മാത്രമല്ല ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക.